സെപ്റ്റംബർ 15 സഭാമക്കൾ വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനം പരിശുദ്ധ മാതാവിൻ്റെ 7 വ്യാകുലങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്കും പങ്കാളികളാകാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വ്യാകുലങ്ങളോടുള്ള ഭക്തിയും അവ നൽകുന്ന വാഗ്ദാനങ്ങളും. മാതാവിൻ്റെ 7 വ്യാകുലങ്ങൾ. ഒന്നാമത്തെ വ്യാകുലത, ശിമയോൻ്റെ പ്രവചനം. നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കും എന്ന ശിമയോൻ്റെ പ്രവചനം. പരിശുദ്ധ വ്യാകുല മാതാവേ, ശിമയോൻ്റെ ദീർഘദർശനം ശ്രവിച്ചപ്പോൾ അവിടുത്തെ മൃദുല ഹൃദയം അനുഭവിച്ച വ്യസനത്തെയോർത്ത് എളിമയെന്ന പുണ്യവും ദൈവഭയം എന്ന ദാനത്തെയും ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാതാവിൻ്റെ രണ്ടാമത്തെ വ്യാകുലത, തിരുക്കുടുംബത്തിൻ്റെ പാലായനം. പരിശുദ്ധ വ്യാകുല മാതാവേ, അങ്ങേ തിരുസുതനെ ഹെരോദോസ് രാജാവ് വധിക്കുവാൻ അന്വേഷിക്കുന്നു എന്നറിഞ്ഞ് പരദേശത്തേക്ക് ഓടിപ്പോകേണ്ടി വന്നപ്പോഴും അജ്ഞാത ദേശത്ത് വസിച്ചപ്പോഴും അനുഭവിച്ച ദുഃഖത്തെ ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാതാവിൻ്റെ മൂന്നാമത്തെ വ്യാകുലത, ബാലനായ ഈശോയെ കാണാതാകുന്നു. പരിശുദ്ധ വ്യാകുല മാതാവേ, അങ്ങേ തിരുക്കുമാരൻ 12-ാം വയസ്സിൽ 3 ദിവസത്തേക്ക് കാണാതായപ്പോൾ അവിടുന്ന് അനുഭവിച്ച ദുഃഖത്തെയോർത്ത് വിരക്തി എന്ന പുണ്യത്തെയും അറിവെന്ന ദാനത്തെയും ലഭിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാതാവിൻ്റെ നാലാമത്തെ വ്യാകുലത, കുരിശ് യാത്രയിൽ അനുഗമിച്ച പരിശുദ്ധ അമ്മ. പരിശുദ്ധ വ്യാകുല മാതാവേ, അങ്ങേ തിരുക്കുമാരൻ കുരിശ് വഹിച്ചുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് പോകുന്നതിനെ ദർശിച്ചപ്പോൾ അങ്ങനുഭവിച്ച ദുഃഖത്തെയോർത്ത് ക്ഷമയെന്ന പുണ്യത്തെയും ആത്മശക്തി എന്ന പുണ്യത്തെയും ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാതാവിൻ്റെ അഞ്ചാമത്തെ വ്യാകുലത, പരിശുദ്ധ അമ്മ വിശുദ്ധ കുരിശിൻ്റെ ചുവട്ടിൽ. പരിശുദ്ധ വ്യാകുല മാതാവേ, നിന്റെ തിരുക്കുമാരൻ കുരിശിൽ മരണവേദന അനുഭവിക്കുന്നത് അങ്ങ് ദർശിച്ചപ്പോൾ അവിടത്തേക്കുണ്ടായ കഠിന വേദനയെക്കുറിച്ച് ഈ ജീവിതത്തിലുണ്ടാവുന്ന കുരിശുകൾ ക്ഷമയോടെ സഹിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. മാതാവിൻ്റെ ആറാമത്തെ വ്യാകുലത, ഈശോയുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ. പരിശുദ്ധ വ്യാകുല മാതാവേ, നിന്റെ തിരുക്കുമാരൻ്റെ തിരുവിലാവ് കുന്തം കൊണ്ട് കുത്തി തുറക്കപ്പെട്ടപ്പോഴും ആ തിരുമേനി മടിയിൽ കിടത്തിയപ്പോഴും അവിടുന്ന് അനുഭവിച്ച അത്യധികമായ വ്യസനത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങളിൽ ശരിയായ മനസ്താപവും അവയ്ക്ക് പരിഹാരം ചെയ്യുവാനുള്ള ദൈവദാനവും ഞങ്ങൾക്ക് തരണമേ. മാതാവിൻ്റെ ഏഴാമത്തെ വ്യാകുലത, പരിശുദ്ധ വ്യാകുല മാതാവേ, അവിടുത്തെ തിരുക്കുമാരൻ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടപ്പോൾ അങ്ങ് അനുഭവിച്ച കടോര വേദനകളെക്കുറിച്ച് വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ ഞങ്ങളിൽ വർദ്ധിക്കുവാൻ അനുഗ്രഹം തരണമേ. ആമേൻ. ഈശോയുടെ മുറിവുകൾ കൃപയൊഴുകുന്ന ചാലുകളാണ്. മാതാവിൻ്റെ 7 വ്യാകുലങ്ങൾ ഈ ചാലിലേക്ക് ഉള്ള വഴികളാണ്. ഓരോ സഹനവും വിലയുള്ളതാകയാൽ ഒരു കൊച്ചു സഹനം പോലും നഷ്ടപ്പെടുത്താതെ ഈശോയുടെ തിരുമുറിവുകളിലേക്ക് ചേർക്കാം. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഇടറി വീഴാതിരിക്കുവാൻ ഈശോ എനിക്ക് തരുന്ന താങ്ങല്ലേ കുരിശുകൾ. ഈ സഹനങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തി
അതിനെ വാരിപ്പുണരാൻ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും പരിശ്രമിക്കാം.